അപ്പാ ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ 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 ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ 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 അപ്പാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന് 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ അവിടെ പറയണം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരാൻ അധികാരം ലഭിച്ചു. നിങ്ങളൊരു മതത്തിൽ നിന്ന് ഒരു മതത്തിലോട്ട് മാറുന്ന പ്രോഗ്രാമല്ല യേശുവിനെ സ്വീകരിക്കുന്നത്. പകരം യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവ മക്കളായി മാറുന്നു. അപ്പോൾ തന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം അയച്ചു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ദൈവിക പുത്രത്വത്തെക്കുറിച്ചാണ്. യേശു ക്രിസ്തുവിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ദൈവിക പുത്രത്വം. നമ്മൾ ഭൂമിയിൽ ഒരു മാതാപിതാക്കൾക്ക് ജനിക്കുമ്പോൾ, മാതാപിതാക്കളുടെ മക്കളായി വളരുമ്പോൾ ജനിച്ചതുകൊണ്ട് നാം ആ മാതാപിതാക്കൾ, ആ പിതാവ് നമ്മുടെ ഭൂമിയിലുള്ള ആ പിതാവിൻ്റെ പിതൃത്വമുണ്ട് എന്ന് പറയുന്ന പോലെ സ്വർഗീയ പിതാവിൽ നിന്ന് യേശുവിനെ സ്വീകരിക്കുമ്പോൾ വിശ്വാസത്താൽ നാം സ്വീകരിച്ച് നാം ദൈവ മക്കളായി മാറുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അവകാശികളായി തീരുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയാണ്, അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി തീർന്നിട്ട് ആ ദൈവ പൈതലിൻ്റെ അധികാരം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പ്രയോജനമില്ല എന്നാണ് എൻ്റെ അർത്ഥം. അവകാശി സർവത്തിനും യജമാനാണ് എങ്കിലും അവൻ ശിശുവായിരിക്കുന്നിടത്തോളം. ഒത്തിരി ഭൂസ്വത്തുണ്ടെങ്കിൽ ആ കുഞ്ഞിനതൊന്നും അറിയത്തില്ലെങ്കിലോ, അവനൊരു അധികാരിയായ, പക്ഷെ അവൻ അറിയത്തില്ല. രാജാവ് കുഞ്ഞായി പിറക്കുമ്പോൾ അവൻ രാജാവായെങ്കിലും അവന് കുഞ്ഞായിരിക്കുന്നതുകൊണ്ട് അവൻ്റെ അറിവ് കൊണ്ട് അവന് അറിവിൻ്റെ പരിമിതി കൊണ്ട് പല കാര്യങ്ങൾക്ക് അവൻ പിടികിട്ടുന്നില്ല എന്ന് പറയുന്ന പോലെ അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധി രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുവരെ അവൻ അങ്ങനെ കീഴ്പ്പെട്ട ഒരാൾ, ഗൃഹവിചാരകന്മാരവനെ നോക്കുന്ന ആളുകൾക്കൊക്കെ ആ കുഞ്ഞ് ഒരു പ്രായം വരെ കീഴ്പ്പെട്ടവനാണ് എന്ന്. അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി
ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഒരു മനുഷ്യന് നീതീകരിക്കപ്പെടാൻ കഴിയുന്നില്ല. എന്നാൽ പുത്രത്വം യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചെന്നുള്ള ഒറ്റ കാരണത്താൽ നാം ദൈവത്തിൻ്റെ മക്കളായി പുത്രത്വം പ്രാപിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ദൈവം ചെയ്തത്. എന്നിട്ട് പറയണം, അങ്ങനെ നമ്മൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ മക്കളാകൊണ്ട്. ഞാനും നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഒരു മതം മാറി പുതിയ മതത്തിൽ പ്രവേശിക്കുകയല്ല ചെയ്തത്. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. ഇവിടെ പറയാണ്, അങ്ങനെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങൾ അയച്ചു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും ആദ്യം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിച്ചത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യാൻ യേശു ക്രിസ്തു പഠിപ്പിച്ചു. അപ്പോൾ തന്നെ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ ആത്മാവ്, അങ്ങനെ വിളിക്കത്തൊക്കെയാണ് ഒരാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം അയച്ചു. ഈ ആത്മാവുള്ളവർ, പരിശുദ്ധാത്മാവുള്ളവർ ആ ദൈവത്തെ എന്താ വിളിക്കുക? അബ്ബാ എന്ന് ധൈര്യത്തോടെ വിളിക്കും. സ്വപുത്രത്തിൻ്റെ ആത്മാവിനെ അയച്ചു. എന്നിട്ട് പറയണം, അങ്ങനെ നിങ്ങൾ ഇനിയും ദാസന്മാരല്ല, പിന്നെ ആരാണ്? പുത്രന്മാരത്രേ. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ വന്ന് പുത്രന്മാരെന്താ ചെയ്യുന്നത്? ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളമൊക്കെ അവരെടുത്ത് കുടിക്കുക. എന്നാൽ ദാസനും പുറത്തു വന്ന് അനുവാദം ചോദിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ അനുവാദം ചോദിക്കുന്നവരായിട്ടല്ല, മക്കളായി അധികാരികളായി തീർന്നിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ ഇനിയും ദാസനല്ല പുത്രനത്രേ. എന്നിട്ട് പറഞ്ഞാൽ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയാണ്. പുത്രനാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിൽ അവകാശിയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം തന്നെ അതിൻ്റെ 29-ാമത്തെ വചനം ഇങ്ങനെ പറയാണ്: ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകാണ്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അബ്രഹാമിലൂടെ പറഞ്ഞ സകല വാഗ്ദത്തങ്ങൾക്കും ഞാനും നിങ്ങളും അവകാശിയായി തീരുകയാണ് ചെയ്യുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 16-17 വാക്യങ്ങൾ, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 16-17 വാക്യങ്ങൾ പറയണം: നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ആത്മാവോട് എന്ത് ചെയ്യുകയാണ്? സാക്ഷ്യം പറയുകയാണ്. നാമും ഒരു ആത്മീയ ജീവിയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യനും ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, അപ്പോൾ തന്നെ പിശാചിൻ്റെ ആത്മാവുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോഴാണ് നമ്മൾ ദൈവമക്കളായി തീരുന്നത്. നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ് ആത്മാവ് നമ്മളിൽ വ്യാപരിച്ച് ദൈവ മക്കളായി പുത്രത്വത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരുന്നത്. ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ, ധൈര്യത്തോടെ വിളിക്കാനുള്ള പ്രാഗൽഭ്യം ലഭിക്കുന്നത് നാം ദൈവമക്കളായി മാറുമ്പോഴാണ്. ഇവിടെ പറയുകയാണ്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. എങ്ങനെയുള്ളവരാ ദൈവത്തിൻ്റെ മക്കൾ? ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് പുത്രത്തിൻ്റെ ആത്മാവിനെയാണ്. എന്നിട്ട് പറയാം, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും. ദൈവത്തിൻ്റെ അവകാശി മാത്രമല്ല, ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. പ്രാർത്ഥിക്കും. പിതാവേ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ധൈര്യത്തോടെ കൃപാസന മുൻപാകെ വരുന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. തിരിച്ചറിഞ്ഞ് ദൈവമക്കളാണെന്ന് തിരിച്ചറിഞ്ഞ്, കർത്താവെ ആ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ്, സർവത്തിനും ഞങ്ങൾ ദൈവമക്കളാണെന്നും അധികാരികളാണെന്നും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും സംസാരിക്കാനും ജീവിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ.
ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. അപ്പാ ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ ഞാൻ നിന്നിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ ഞാൻ നിന്നിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ 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 അപ്പാ